ഒരു നായികയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം സവിദ്യ ബാലന്റെ ഒരു സെറ്റ് ഓഫ് പടങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ദീപിക പദുക്കോൺ വെച്ച് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ആലിയ ഭട്ടിനെ വെച്ച് റാസി മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കങ്കണനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സെപ്പറേറ്റ് ഇൻഡസ്ട്രി ആയിട്ട് തന്നെ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമാണോ? ഈ മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കുന്നത് ആരാണ്? പടങ്ങളുടെ വിജയമാണ്. ഈ ഇന്ന വ്യക്തിക്ക് ഇന്ന മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഒരാളുടെ ഷോൾഡറിൽ ഒരു പടം ഇപ്പൊ കഹാനി വിദ്യാബാലനിലൂടെ സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ കഹാനി 2 ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഡിസിഷൻസ് ആരാണ് എടുക്കേണ്ടത്? ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യേണ്ടത് മേക്കേഴ്സ് ആണ് എടുക്കേണ്ടത്. മേക്കേഴ്സ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോ ഞാനന്ന് പറഞ്ഞില്ലേ, നമ്മൾക്ക് അതില് ആരോടും പരാതി പറയാൻ പറ്റില്ല. എനിക്ക് സത്യത്തിൽ എനിക്ക് പരാതിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടാ, ഞാൻ ഇന്നാളും പറഞ്ഞു, നമ്മളെ ലോകത്തിന് കാണാൻ നമ്മൾ ഇരുട്ടിന്ന് വെളിച്ചത്തിട്ട് നീങ്ങിന്നാ മതി. അതിന് എത്ര ആരൊക്കെ കണ്ടില്ലെന്ന് വെച്ചാലും നമ്മൾ കണ്ണിൽ പോയിട്ടു ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ എത്തുന്നത് വരെ നമ്മൾ പണിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ബിബിൻ ചാന്റെ ഇതിൽ അത് കുറച്ചും കൂടി എളുപ്പമല്ലേ? ബിബിൻ ചാണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് മെറീനയ്ക്ക് അത് വെയിറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അല്ല, വെയിറ്റിംഗ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്നാലും വെറുതെ ഒന്നും ഇരിക്കുന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ചെയ്യും. പിന്നെ ബിപിന്റെ ഒരു ഓറ എന്ന് പറയുമ്പോൾ ബിപിനിലേക്ക് ആളുകൾ വരും, സംസാരിക്കും. കാരണം ബിപിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ബിപിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇപ്പം ബ്ലെസ് യു ബിപിൻ ഇപ്പൊ ബിപിന്റെ അടുത്തേക്ക് സ്ക്രിപ്റ്റുമായിട്ട് വരുന്ന ആളുകളുണ്ട്, ബിപിൻ ചെയ്യുന്ന വർക്കിലേക്ക് ഭാഗമാവാൻ വേണ്ടി ചാൻസ് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ച് ആവശ്യക്കാരി ഞാനാണ്. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ആൾക്കാർ കൊണ്ടുവന്ന് നിന്നാൽ നല്ലതാണെങ്കിൽ കൈനീട്ടി സ്വീകരിച്ച് വർക്ക് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല. പിന്നെ നമ്മളെ തന്നെ മോൾഡ് ചെയ്തെടുക്കുക. അതിന് ഞാൻ സിനിമകൾ കാണും, ആൾക്കാരുടെ ഇന്റർവ്യൂസ് കാണും, സീരീസ് കാണും. ഇവരെന്നെ സൈക്കോ എന്നാ വിളിക്കുന്നത്. കാരണം ഞാൻ ഡാർക്ക് അങ്ങനത്തെ സീരീസ് ഒക്കെ ഇരുന്ന് കാണും. അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ, മാനറിസം, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ആയി ഇരിക്കുക. ഏത് സമയം വിളിച്ചാൽ എന്തോ എന്ന് പറഞ്ഞു പോകാനുള്ള രീതിയിൽ റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അത് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്റെ എന്തോ ഒരു വിഷമം പോലെ അതെന്താ അങ്ങനെയെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ മുഖഭാവം. ഗിറ്റാർ പഠിക്കോ? ഇല്ല, അത് ഷോപ്പീസ് മാത്ര. നിനക്ക് തോന്നിയില്ലേ അത്? ഗിറ്റാർ എനിക്കറിഞ്ഞൂടാ. ഞാൻ പഠിക്കാനുള്ള ശ്രമം നടത്തിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വയലിനും ഗിറ്റാറും. ഗിറ്റാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരോടാ ഷോ ഇറക്കാൻ ഇത്രയും നല്ലൊരു ഇൻസ്ട്രുമെന്റ് അറിയില്ല. വേറെ എല്ലാം നമുക്ക് പടാന്ന് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് പബ്ലിക്കിൽ നിന്ന് വായിക്കാൻ പറ്റത്തില്ല. ഗിറ്റാറിന് മാത്രം ഈ ഒരു എറൗണ്ടില് പരിപാടി നടത്താൻ പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. തബല വായിച്ചാലും ശരിയാവില്ല, മറ്റു വേറെ ഒന്നും വായിച്ചാലും ശരിയാവില്ല. ഗിറ്റാറിന്റെ പോലത്തെ ഒരു ചെറിയൊരു സാധനം ഉണ്ട് ഉക്കുലേലെ. അത് 4 strings ഇല്ല, ഇത് 6 strings ആണ്. ഇത് ഞാൻ പഠിക്കാൻ പരാജയപ്പെട്ട ഒരു സാധനം. പക്ഷെ ഉക്കുലേലെ കുറച്ചുകൂടി ഈസിയാ. അത് നിനക്ക് ഇതുപോലെ തന്നെ ഷോ ഇറക്കാം, കൊണ്ട് നടക്കാനും കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതിപ്പോ ഇതിലത്തെ ക്യാരക്ടർ ആൾക്ക് നാച്ചുറലി ആളുകളെ കൂടിച്ചേർക്കാനുള്ള ഒരു ഓറ ഉള്ള ആളാണോ? തുടക്കം മുതൽ ഈ പറയുന്ന ക്യാമ്പിന്റെ തുടക്കം മുതൽ അവരെ ചേർത്ത് നിർത്തി ഈ ഡ്രസ്സൊക്കെ അതിന് സഹായിക്കുന്നുണ്ട്. നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ നോർമൽ ഡ്രസ്സ് അല്ലല്ലോ, ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഓറ ഫീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരാ. അതിനാണ് ഞാൻ ഈ മുടിയൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി ഇത് ഫോട്ടോഷൂട്ടിൽ എടുത്ത മുടിയാണ്. ഇതിൽ കൂടുതലുണ്ട് എനിക്ക് പടത്തിൽ മുടി. നീ പാട്ടി കണ്ടില്ലേ, അന്തിമുല്ല പാട്ടി കണ്ടില്ലേ, അത്രയുണ്ട് മുടി. ഒരു ക്യാരക്ടർ ഡിസൈൻ അല്ലെങ്കിൽ അയാൾ പറയുന്ന ഡയലോഗുകള്, അയാളുടെ കോസ്റ്റ്യൂം, അതിനൊക്കെ എത്രമാത്രം ബിബിൻ ചാണ്ടിന്റെ ഇൻപുട്ട് ഉണ്ട്? ഇതിലൊരു ഇൻപുട്ടും ഇല്ല. ഇതിൽ അവര് തന്നെയാണ് ഡിസൈഡ് ചെയ്യണം. നമ്മൾ എഴുതുന്ന പടത്തിൽ നമുക്ക് ഇന്ന വേണമെന്ന് പറയുന്നതല്ലാതെ ഡയറക്ടറിന്റെ വ്യൂ തന്നെയാണ് മൊത്തം പോകുന്നത്. പിന്നെ കഥ വായിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് അത് അവിടെ കറക്ഷൻ ഉണ്ട് കേട്ടോ, കറക്ഷൻ അല്ല, അത് എനിക്ക് വർക്കായില്ല കേട്ടോ, അവിടെ ഒന്ന് കൺവിൻസ് ആക്കുമോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമോഷൻ കയറ്റുമോ എന്നൊക്കെ നമുക്ക് പറയാന്നല്ലാണ്ട് അതൊക്കെ ചെയ്യേണ്ടത് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും തന്നെയാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അവരെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയില്ല. ഇപ്പം ബിബിൻ ജോർജ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ആദ്യം ഉണ്ടാവുന്നത് ചിരിയാണ്. ഇത് ചിരിപ്പിക്കും, ചിരി ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ കൂടുതൽ തന്നെ ഒരു ഭയങ്കര എനിക്കറിയില്ല ഒരു ഇമോഷണൽ ആയിട്ട് ഡെലിവറി ചെയ്യേണ്ട ഒരു സീൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അത് കുറച്ച് ഓവർ പ്രഷർ ഉണ്ടാക്കുമോ? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമോഷണൽ സീൻ ചെയ്യണം. എനിക്ക് ഒട്ടും ഭയങ്കര സ്ട്രെസ് ഇല്ലാതെ ഞാൻ കൂളായിട്ട് ചെയ്യുന്നത് ഇമോഷനാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ ഭയങ്കര എമ്പതിയുള്ള ആളാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. എനിക്കിപ്പോൾ നിന്റെ ഒരു പ്രശ്നം പറഞ്ഞാലും നീ അനുഭവിക്കുന്ന ആ വേദനയിലൂടെ എനിക്ക് കുറച്ചെങ്കിലും കടന്നു പോകാൻ പറ്റും. അതാണല്ലോ എമ്പതി എന്ന് പറയുന്നത്. അനുതാപം, സഹതാപം അല്ല, അനുതാപം മലയാളത്തിൽ. അപ്പൊ
അത് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് സിനിമയിൽ ഞാൻ പറഞ്ഞ ബോംബ് കഥയിൽ പ്രയാഗ വന്നിട്ട് എന്നോട് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ ബമ്പറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വിങ്ങി ഞാൻ ഒരു ഡയലോഗ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ആ സീൻ തിയേറ്ററിൽ കണ്ടിട്ട് ഇങ്ങനെ അത് നോക്കും, ഓഡിയൻസിനെ മൊത്തം. കാരണം നമ്മൾ പറയുന്നതിന് കണ്ണ് ഇവിടെ നിറയുന്നുണ്ടോ എന്ന് നോക്കണം, എന്നാലാണ് ആ കണക്ഷൻ കറക്റ്റ് കിട്ടുള്ളൂ. ഞാൻ അത്രയും സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് ഇവിടെ ഫീലിംഗ് ഇല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു നടൻ വർക്കല്ല എന്നർത്ഥം. കൂടുതൽ അങ്ങനെ പെർഫോമൻസിന് സാധ്യതയുള്ള ഏരിയ ഇഷ്ടം പോലെ ഉണ്ടടാ. അത് ഇതൊരു ഒരു നടൻ എന്നുള്ള രീതിയിൽ വലിയ ഭാഗ്യമുള്ള റോളാണ്. വാട്ട് ഓർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് നോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ജയപരാജയങ്ങളെ കുറിച്ചൊക്കെ ഉപരിയായിട്ട് ആസ് എ നീ ആണെങ്കിൽ എന്നോട് പറയും ബിം ചേട്ടാ ആ ക്യാരക്ടർ എടുത്ത് നന്നായിട്ടോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പം തിയേറ്ററിൽ വർക്ക് ആവുന്ന സിനിമ, OTT വർക്ക് ആവുന്ന സിനിമ, അങ്ങനെ ഒരു അപ്പൊ കൂടുതലപ്പോ എവിടെ നിൽക്കും? കൂടുതൽ രണ്ടും ഓക്കെയാ. വിഷ്വലി ഭയങ്കര അടിപൊളിയാണ് ഈ സിനിമ. അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഒരു ഏരിയയിലൊക്കെ കടന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ പിന്നെ ഒരു ഏരിയ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ സൗണ്ടിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതില് ചെയ്യാനുണ്ട്. അതായത് ഞങ്ങളിത് ആദ്യം നോർമലി വിടാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പിന്നെയാണ് വിസ്മയില് ഞങ്ങള് ഇത് ചെയ്ത് അറ്റ്മോസ് ചെയ്തത്. കാരണം ഈ പടം കണ്ടവരെല്ലാരും പറഞ്ഞത് ഉറപ്പായി അറ്റ്മോസ് ചെയ്യണം. ആർട്ട് വർക്കും ഭയങ്കര ആർട്ട് നല്ല രസമായിട്ടുണ്ട്. അസി ആണ് ചെയ്തേക്കുന്നത്. അസി ഇപ്പൊ ചില സിനിമകള് തിയേറ്ററിൽ വർക്കാവും, വീട്ടിലിരുന്ന് കാണുമ്പോൾ വർക്ക് ആവണില്ല. അത് മീൻ തിയേറ്ററിൽ ചിരി വരും, വീട്ടിലിരിക്കുമ്പോൾ ചിരി വരുന്നില്ല, അങ്ങനെ വിമർശനം വരുമല്ലോ. അത് ശ്രദ്ധിക്കുന്നുണ്ടോ? തിയേറ്ററിൽ ചിരി വരുന്ന അത് ക്രൗഡിന്റെ ഒപ്പം കാണുമ്പോൾ ചിരി എന്ന് പറയുന്നത് പടരുന്ന ഒരൈറ്റാ. അത് പടർത്താൻ ആളുണ്ടെങ്കിലാണ് ചിരി കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, നമ്മളൊരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമ്മളുടെ ഈ ഒരു ചിരി വന്നു കഴിഞ്ഞാൽ ചിരിക്കില്ലേ, നീ ആരെ നോക്കി ചിരിക്കും, മറുപടി ചിരി മാത്രമേ ഉള്ളൂ. ഒരു ദുഷ്ടന്റെ മുഖത്ത് നോക്കി നിന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുടെ മുഖത്ത് നോക്കി നീ ചിരിച്ചു കഴിയുമ്പോൾ അവൻ അറിയാണ്ട് ഒന്നിങ്ങനെ ചിരി റിപ്ലൈ ചിരിയുള്ളൂ. ചിരിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെ മുഖം മാറ്റാനേ പറ്റുള്ളൂ. മുഖത്ത് നോക്കി തന്നെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത്ര ക്രൂരന്മാരായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ചിരി പടരുന്ന ഏരിയ ആണ് ഈ പറയുന്ന തിയേറ്ററിൽ നമുക്ക് കൊതി എന്ന് പറഞ്ഞാൽ ഏടാ ഇപ്പൊ മീശമോദാനൊക്കെ ഞാൻ കാണുന്നത് ഷേണായിസിലാ, വിസ്താരമ തിയേറ്ററാ. അത്രയും ക്രൗഡഡാ. അപ്പൊ അത്രയും ഇടിയും ബഹളവും കഴിഞ്ഞ് ഷർട്ടൊക്കെ വേർത്ത് കുളിച്ച് ഇതൊക്കെ പിന്നെ ഇതാ ഇങ്ങനെ ഡോറ് തുറക്കുമ്പോ ഒരു തണുത്ത് ഒരു കയറി കഴിയുമ്പോ കായലുണ്ട് ആ പാട്ടൊക്കെ അങ്ങോട്ട് വന്നിട്ടില്ലേ, നമ്മളിങ്ങനെ നിന്ന് അവിടെ ചെന്നിരിക്കുമല്ലോ, അപ്പൊ തന്നെ മറ്റേ കണി ആ ചിരി ഇങ്ങനെ പടരുന്നത് നമുക്കറിയാൻ പറ്റും. അതാണ് തിയേറ്ററിന്റെ ചിരി. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോഴും ചിരിക്കുന്നത് അത്രയും ക്ലാസിക് ആയിട്ടുള്ള. ഇപ്പൊ കിലുക്കം നമുക്ക് ഏത് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടാലും നമ്മൾ ചിരിക്കും. ചിത്രം, പഞ്ചാബി ഹൗസ്, അങ്ങനെ ലെജൻഡറി ഫിലിമുകളുണ്ട്. കാലത്തെ അതിജീവിച്ച തമാശകളിൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പിള്ളേർ ഒരിക്കലും ചളിന്ന് പറയാത്ത എത്ര പടങ്ങളുണ്ട് അല്ലേ? അത് വേറെ പരിപാടിയാ. അത്രയും ആഴം വേണം. ഞാൻ തലൈവാസൽ വിജയ് എന്നുള്ള ആക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, പണ്ട് സിനിമകൾക്ക് ലെങ്ത് ഉള്ള സീൻസ് എഴുതായിരുന്നു, അത് ഷൂട്ട് ചെയ്യായിരുന്നു, അത് എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ റീലുകൾ കുറെ വന്ന കാരണം കൊണ്ട് തന്നെ സീൻസിന് അത്രയും വലുപ്പത്തിൽ കൺസീവ് ചെയ്യാൻ പറ്റില്ല. ഒരു സീനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേറൊരു സീനിൽ ഒരു തമാശ ഉണ്ടായെങ്കിൽ, അതായത് ഇപ്പം പഞ്ചാബ് തന്നെ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു സീനിൽ ദിലീപേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണല്ലോ സംസാരിക്കുന്നവനാണോ ബില്ലടിപ്പിക്കുന്നതിനുള്ള തമാശകൾ മൊത്തം വരുന്നത്. അത് ഒരെണ്ണത്തിന്റെ കണ്ടിന്യൂഷൻ. അങ്ങനെ ഇപ്പൊ സീൻ സംഭവിക്കാൻ ഭയങ്കര പാടാണ്. ഒറ്റ റീല് പോലെ ആ പടത്തിന്റെ സീനെ കൺസീവ് ചെയ്യാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? 30 സെക്കൻഡുകളാണ് ഇപ്പൊ നമ്മള് സ്കിപ്പ് ചെയ്ത് വിടുന്നല്ലേ പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ വിരോധാഭാസം എന്ന് പറയുന്നത് എടാ, ഈ അടുത്ത കാലത്ത് അനിമൽ പോലത്തെ സിനിമ ഏത് കാറ്റഗറി പെടുത്തുന്നു? മറ്റേ ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ് അല്ലേ, 3.25 മണിക്കൂറിലെ ഫസ്റ്റ് സീൻ ഐ തിങ്ക് 20 മിനിറ്റ്സിന് മുകളിൽ ആ കൊലപാതകം ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് അത് നമ്മൾ കണ്ടിരുന്നില്ലേ? അപ്പൊ ആക്ച്വലി ഈ നിയമങ്ങൾക്കും ഈ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള സിനിമകൾക്കും ഇതൊക്കെ ഉപരിയായിട്ട് പ്രേക്ഷകനെ ഹുക്ക് ചെയ്യുന്ന, അവരെ വൈബ് കറക്റ്റ് ആക്കുന്ന പടം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആ നിയമവും വിടും, എല്ലാം വിടും. ഹൃദയം എത്ര മണിക്കൂറുണ്ട് സിനിമ? ആ സീരീസ് നീ പറഞ്ഞേ അഡോളസൻസ് അല്ലേ? അഡോളസൻസ് ഒറ്റ ഷോട്ടില് പരിപാടി ചെയ്തു. ഞാനത് ഇത് ഒറ്റ ഷോട്ടാണെന്ന് അറിയാൻ ഞാൻ വീണ്ടും എടുത്ത് ആവർത്തിച്ചുകൊണ്ട് എവിടെയെങ്കിലും സ്റ്റിച്ചിങ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു.
പക്ഷെ നെറ്റ്ഫ്ലിക്സ് തന്നെ ഉത്തരം നൽകുന്നുണ്ട് നോട്ട് 60. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ എപ്പിസോഡ്, രണ്ടാമത്തെ ആണോ കുട്ടികളുള്ള സ്കൂളിന്റെ ടൈമിൽ, മൂന്നാമത്തെ അത് 9, 10, 12 തവണ റീടേക്ക് വെച്ചേ. ആണോ? ആ റീടേക്ക് എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങണമെന്നല്ലോ. പക്ഷെ ഞാൻ അവർ ഈ കാറിന്റെ അകത്തൊക്കെ ഉള്ള സീനില്ലേ, അതൊക്കെ എനിക്ക് ഇപ്പോഴും നേരെ ഗിംബൽ അടുത്തേക്ക് കൊടുക്കും. കുട്ടീനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അല്ല ഈ പാരന്റ്സ് പാരന്റ്സ് കാർ അടിക്കുന്നത്. അതിലവൻ തുമ്മുന്ന ഒരു സാധനമുണ്ട്, അതൊക്കെ നാച്ചുറൽ. പക്ഷെ അത് ആ സാധനത്തിൽ അവൻ തുമ്മി അവനെ ആക്കി അഭിനയിച്ചു ചിരിക്കുന്നതും ഉണ്ട് അവൻ ഇന്റർവ്യൂ. ചിരിക്കുന്നുണ്ട് അതൊക്കെ നല്ല രസം. അവർ ഇന്റർഗേഷൻ്റെ അവിടെ